ഹിസ് സ്മൈൽ പാർട്ട് 11. അവളുടെ ചോദ്യത്തിനു മുന്നിൽ ആദിക്കൊരു നിമിഷം ലോകം മുഴുവനും നിശ്ചലമായതുപോലെ തോന്നി. പലവിധ ചിന്തകളാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയതും അവൻ ഒന്നും ഓർക്കാതെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ദേവിയെ തള്ളിമാറ്റിക്കൊണ്ട് കാറ്റുപോലെ ബെഡിലിരുന്ന് എല്ലാരെയും നോക്കുന്ന സാറയ്ക്കരികിൽ ചെന്നുകൊണ്ടവളെ വരിഞ്ഞു മുറുക്കി. തങ്ങൾക്കിടയിൽ ഒരു കാറ്റുപോലും വരാത്ത നിലയിൽ അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം അമർത്തിയതും അപ്പോൾ തന്നെ വാടിയ തുമ്പപ്പൂ പോലെ അവൾ അവൻ്റെ കൈകളിലേക്ക് തന്നെ വീണിരുന്നു. അയ്യോ മോളെ! ദേവി ഉറക്കെ കരഞ്ഞുകൊണ്ട് അവർക്കരികിൽ പോയി ഇരുന്നപ്പോൾ രമ കരഞ്ഞുകൊണ്ട് ഡോക്ടർ കരുണൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അധികം വൈകാതെ തന്നെ ഡോക്ടർ കരുണൻ അവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ കാണുന്നത് ബോധമില്ലാതെ കിടക്കുന്ന സാറയെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആദിയെയാണ്. ഹേയ്, വാട്ട് ഹാപ്പൻഡ്? എന്താ പേഷ്യൻറ്റിന് പറ്റിയത്? മിസ്റ്റർ ആദിശേഷൻ, നിങ്ങൾ 3 പേരും ഒന്ന് പുറത്തേക്ക് പോയി നിൽക്കൂ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഗൗരവത്തോടെയുള്ള ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യം ഒരു നിമിഷം തലയുയർത്തി അയാളെ നോക്കി. പിന്നെ എന്തോ ഒരു ഓർമ്മയിൽ സാറയെ ബെഡിലേക്ക് കിടത്തിയ ശേഷം അവളുടെ ചുണ്ടിൽ ഒന്ന് അമർത്തി ചുംബിച്ച ശേഷം ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം അവൻ പോണത് നോക്കി നിന്ന ദേവി കരഞ്ഞുകൊണ്ട് ഡോക്ടറുടെ മുന്നിൽ പോയി കൈകൂപ്പി. ഡോക്ടർ, ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്ത് എൻ്റെ മോളുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരണം. ദേ, ആ പോയവൻ്റെ ജീവനും ജീവിതവുമാണിവൾ. ഇവളിലെ ചെറിയ മാറ്റം പോലും അവനിൽ വല്ലാത്ത മാറ്റം വരുത്തും. പ്ലീസ് ഡോക്ടർ, ഞങ്ങളെ രക്ഷിക്കണം. ദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഡോക്ടർ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. കഴിയും വിധം ഞാൻ ശ്രമിച്ചു നോക്കാം മാഡം. ഇപ്പോൾ നിങ്ങൾ പുറത്തു പോയി ഇരിക്കൂ, എനിക്കൊന്ന് പേഷ്യൻറ്റിനെ പരിശോധിക്കണം. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർ കണ്ണു തുടച്ചുകൊണ്ട് രമയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി. ഇതേ സമയം അവർ പോയെന്നുറപ്പായപ്പോൾ ഡോക്ടർ കരുണൻ ബെഡിൽ കിടക്കുന്ന സാറയ്ക്കരികിൽ ചെന്നിരുന്നു. മോളെ സാറ! അയാളുടെ വിളി കേട്ടപ്പോൾ അതുവരെ ബെഡിൽ കണ്ണടച്ചു കിടന്നിരുന്ന സാറ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി. ശേഷം എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇത്രയധികം നിന്നെ സ്നേഹിക്കുന്ന ആദിയോട് നീ എന്തിനാ മോളെ ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ പോകുന്നത്? അവൻ ജീവൻ പറയണ വേദന സഹിച്ചാണ് ഇവിടെ നിന്ന് പോയത്. നീയും കണ്ടതല്ലേ അത്? അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ അവൾ കരയുക തന്നെ ചെയ്തു. അപ്പോൾ അവളെ നോക്കി നിൽക്കെ ഡോക്ടറുടെ ഓർമ്മ അവളെയും കൂട്ടി അവർ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്തേക്ക് നീങ്ങി. അബോധാവസ്ഥയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന സാറയെ പരിശോധിച്ച് വേണ്ടുന്ന മരുന്നും മറ്റും നൽകിയ ശേഷം അവൾക്ക് ചെറുതായി ബോധം തെളിഞ്ഞപ്പോൾ ആ വിവരം പറയാൻ വേണ്ടി പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങവെയാണ് സാറ ഇടറിയ ശബ്ദത്തിൽ ഡോക്ടറെ വിളിച്ചത്. ദയനീയമായ അവളുടെ വിളിയും പിന്നെ പറഞ്ഞ കാര്യങ്ങളും കേട്ടപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ആദ്യം എതിർക്കുക തന്നെയായിരുന്നു ചെയ്തത്. അതിന് പ്രധാന കാരണം പുറത്ത് ഭ്രാന്തനെ പോലെ നിൽക്കുന്ന ആദിയെ ഓർത്തുകൊണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവൾ അവളുടെ ജീവിതവും ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി കൂടെ നിൽക്കണമെന്ന് കാല് പിടിച്ചപേക്ഷിക്കും പോലെ പറഞ്ഞപ്പോൾ സ്വന്തം മകളെ പോലെ കണ്ട് കൂടെ നിൽക്കുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദിയെപ്പറ്റി ഓർക്കുമ്പോൾ കരുണൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്നു നിറയുന്നുണ്ടായിരുന്നു. എന്താ മോളെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പോയി പറയട്ടെ അവരോട് നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്? കരുണൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ ഞെട്ടലോടെ തലയുയർത്തി അയാളെ നോക്കിയ ശേഷം വേണ്ട എന്ന് തലയാട്ടി. വേണ്ട ഡോക്ടർ, ആരും ഒന്നും അറിയണ്ട. ഇച്ചായനെ എനിക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയാലേ നടക്കുള്ളൂ. ഇനിയിപ്പോൾ ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഞാൻ അകലാൻ ശ്രമിച്ചാലും ഇച്ചായൻ എന്നെ വിട്ടു പോകില്ല, അതെനിക്കുറപ്പാ. ആ ഉറപ്പിന് മേലായിരിക്കും ഇനിയുള്ള എൻ്റെ കളികളും. അത് പറയുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി അവളുടെ കൺകളിൽ പകയും വാശിയും ദേഷ്യവും ഒക്കെ വന്നു നിറയുന്നുണ്ടായിരുന്നു. ഇനിയും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്തതുപോലെ, ജയിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം പോലെ. നീ പറഞ്ഞത് ശരിയാ മോളെ. ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി അവരെ സേവിക്കാൻ നീ ജീവിച്ചു. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം. നിന്റെ ഉള്ളിലെ ഭദ്രയെ നീ തന്നെ തിരിച്ചറിയണം. മോൾക്ക് എൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും. എന്താവശ്യത്തിനും ഞാൻ ഉണ്ടാകും കൂടെ. അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്നാൽ ആ സമയം മുഴുവനും അവളുടെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞ വാക്കുകളായിരുന്നു. അതെ, എൻ്റെ ഉള്ളിലെ ഭദ്രയെ ഞാൻ തന്നെ പുറത്തു കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. ഇനിയും തോറ്റു പിന്മാറാൻ എന്നെ കിട്ടില്ല. കാരണം ഞാൻ ആദിശേഷൻ്റെ ഭാര്യയാണ്. അവൻ്റെ പ്രണയം. മനസ്സിൽ പലതും ആലോചിച്ചുകൊണ്ടവൾ മിഴികൾ അമർത്തി തുടച്ചു. പിന്നെയും അവർ രണ്ടുപേരും പല കാര്യങ്ങളും സംസാരിക്കുകയും തീരുമാനിക്കുകയും ചെയ്തു. ഒടുവിൽ സാറയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ദേവിയോടൊക്കെ കാര്യം പറയാനായി പുറത്തേക്ക് പോയി. ആ സമയം തൻ്റെ മാറിൽ കിടക്കുന്ന മാലയിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് സാറയും കണ്ണുകൾ അടച്ചു കിടന്നു. പുറത്ത് അക്ഷമരായി നിൽക്കുന്നവർക്കരികിലേക്ക് ഡോക്ടർ കരുണൻ ചെന്നു. ഡോക്ടർ, എൻ്റെ മോൾക്ക്? ചെയറിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ദേവി ചോദിച്ചപ്പോൾ അവൾക്കരികിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിന്ന ആദിയും അയാളെ നോക്കി.
എന്നാൽ ഡോക്ടറുടെ ശ്രദ്ധ മുഴുവനും ആദിയിലായിരുന്നു. ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൻ വല്ലാതെ മാറിപ്പോയി എന്ന് അയാൾക്ക് തോന്നി. സാറ പറഞ്ഞു തന്ന അറിവ് വെച്ച് നോക്കുമ്പോൾ ഒന്നിനെയും ഭയക്കാതെ ധൈര്യത്തോടെ എല്ലാം നേരിടുന്ന ആദിയെയല്ല അദ്ദേഹം മുന്നിൽ കണ്ടത്. പകരം തൻ്റെ പ്രാണനു വേണ്ടി ഒരുങ്ങിത്തീരുന്ന ഒരുവനെയാണ്. എൻ്റെ സംശയം ശരിയായിരുന്നു. വീണ വീഴ്ചയിൽ തലയ്ക്ക് നന്നായി പരിക്കുകളേറ്റതിനാൽ ആ കുട്ടിയുടെ ഓർമ്മശക്തി നഷ്ടമായിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കൃത്യമായ മരുന്നും പരിചരണങ്ങളും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവളെ സുബോധത്തിൽ കൊണ്ടുവരാം. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ അവരിൽ സങ്കടവും പ്രതീക്ഷയും ഒരുപോലെ വന്നു നിറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആയി പോകാം. ഓരോ 1 വീക്ക് കഴിയുമ്പോഴും ഇവിടേക്ക് കൊണ്ടുവന്ന് കാണിച്ചാൽ മതി. ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ദേവിയും രമയും തലയാട്ടി. കുറച്ച് സമയം കഴിഞ്ഞ് അവളെ റൂമിലേക്ക് മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. പിന്നെ വളരെയധികം ശ്രദ്ധിക്കണം, ഓക്കെ? ഡോക്ടർ അതും പറഞ്ഞ് നടന്നു പോയി. അപ്പോഴും ഒന്നും മിണ്ടാതെ ചുമരിൽ ചാരി നിൽക്കുകയായിരുന്നു ആദി. ഇതേസമയം നീലേശ്വരം വീട്ടിൽ മഞ്ജുമയും ജിത്തുവും തങ്ങളുടെ ലക്ഷ്യം നിറവേറാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഞാനിവിടെ ഉണ്ടാകും. അതിനിടയിൽ ആദിയെയും ആ സാറയെയും എങ്ങനെയെങ്കിലും പിരിക്കണം. മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് മഞ്ജുമ പറഞ്ഞപ്പോൾ ജിത്തു ഒന്ന് തലയാട്ടി. അതൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. പക്ഷെ നമ്മുടെ പ്ലാൻ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദിയെ അറിയാലോ. ഒരു തെളിവുമില്ലാതെ കൊന്നുകളയും അവൻ. ജിത്തു അത് പറഞ്ഞപ്പോൾ ചെറിയൊരു ഭയം അവളിലുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ അവൾ അവരെ പിരിക്കാനുള്ള വഴികൾ ആലോചിച്ചു കൊണ്ടിരുന്നു. അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും നിന്നെ വിളിച്ചിരുന്നോ? എന്തായി അവളുടെ അവസ്ഥ? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ജിത്തു അവളോട് ചോദിച്ചു. ആ ഞാൻ കുറച്ചു മുന്നേ ദേവി ആൻറ്റിയെ വിളിച്ചിരുന്നു. അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. ആ ഒരു സമാധാനത്തിലാണ് ഞാൻ. പുച്ഛത്തോടെയുള്ള മഞ്ജുമയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജിത്തു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ പലതും കണക്ക് കൂട്ടി കുടിലതയോടെ ചിരിച്ചു. പിന്നെയും അവർ കുറച്ചുനേരം സംസാരിച്ച ശേഷം മഞ്ജുമ മുകളിൽ ആദിയുടെ റൂമിനടുത്തുള്ള മുറിയിലേക്ക് പോയി വാതിലടച്ചു ബെഡിലേക്ക് കിടന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ നിറയെ ആദി മാത്രമായിരുന്നു. കുറച്ചു നേരത്തെ മയക്കത്തിനു ശേഷം കണ്ണുകൾ തുറന്ന സാറ കാണുന്നത് അവളെയും നോക്കി അടുത്തിരിക്കുന്ന ആദിയെയാണ്. ഒരു നിമിഷം അവൾ അവനെ നോക്കി. ചുവന്നു വന്ന കണ്ണുകളും മറ്റുമൊക്കെയും കണ്ടപ്പോൾ അവളുടെ മനസ്സൊന്ന് പിടഞ്ഞുവെങ്കിലും അവനെ അറിയാത്ത പോലെ അവൾ പതിയെ എഴുന്നേറ്റു. അപ്പോഴാണ് മുറിയിൽ താനും അവനും മാത്രമാണെന്ന കാര്യം അവൾക്ക് മനസ്സിലായത്. ദേവിക്കും രമയ്ക്കും വേണ്ടി അവളുടെ കണ്ണുകൾ അവിടമാകെ അലഞ്ഞുവെങ്കിലും അവരെ കാണാതെ വന്നപ്പോൾ അവൾ തലയിൽ കൈവച്ച് വേദന അഭിനയിച്ചു. അല്ലെങ്കിൽ ആദ്യം എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഏഞ്ചൽ. കാതിനരികിൽ പതിനസ്വരത്തിലുള്ള ആദിയുടെ വിളിയും ഇടുപ്പിനെ ചുറ്റിവരഞ്ഞ അവൻ്റെ കൈകളും കൂടി ആയപ്പോൾ അവൾ പേടി അഭിനയിച്ചുകൊണ്ട് അവനെ തള്ളിമാറ്റി എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും നിമിഷ നേരം കൊണ്ട് ആദി അവളെ ബെഡിലേക്ക് കിടത്തിയിരുന്നു. ഒരു നിമിഷം പകച്ചുകൊണ്ട് സാറ അവനെ നോക്കിയപ്പോൾ അവളിലേക്ക് ഭാരം കൊടുക്കാതെ ചാഞ്ഞുകൊണ്ടവൻ അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവളുടെ അധരങ്ങളിൽ തൻ്റെ അധരം ചേർത്ത് വെച്ച് നുണയാൻ തുടങ്ങി. അവൻ്റെ ആ പ്രവൃത്തിയിൽ സാറയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നെങ്കിലും പിന്നെ അത് കൂമ്പി അടഞ്ഞുപോയി. കീഴ്ചുണ്ടും മേൽചുണ്ടും വളരെ മൃദുവായി എന്നാൽ ഭ്രാന്തമായി നുഴഞ്ഞെടുക്കുന്നവനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാനും തിരിച്ചു ചുംബിക്കാനും അവളിൽ അതിയായ ആഗ്രഹം ഉണർന്നെങ്കിലും തൻ്റെ പ്ലാൻ ഓർത്തപ്പോൾ അനങ്ങാതെ അവൾ അവനിൽ ഒതുങ്ങിക്കിടന്നു. ഇതേസമയം അത്രയും നേരം അനുഭവിച്ച വേദനയും ടെൻഷനും ഒക്കെ ആ ഒറ്റൊരു ചുംബനത്തിലൂടെ അവളിലേക്ക് പകർന്നു നൽകുകയായിരുന്നു ആദി. എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം അവൻ്റെ ചുംബനത്തിൻ്റെ കൂടെ ആദിയുടെ കണ്ണുനീർ കൂടി അവളുടെ അധരങ്ങളിൽ പതിഞ്ഞപ്പോൾ അതിൻ്റെ രുചി അറിഞ്ഞപ്പോൾ ഞെട്ടലോടെ അവൾ അവനെ ശക്തിയിൽ തള്ളിമാറ്റിക്കൊണ്ട് കിതപ്പോടെ എഴുന്നേറ്റു. ആരാ നിങ്ങൾ? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഹൃദയത്തിലെ പിടപ്പും വേദനയും പുറത്ത് കാണിക്കാതെ വളരെ രൂക്ഷമായി തന്നെ ദേഷ്യത്തോടെ അവൾ അവനോട് ചോദിച്ചപ്പോൾ കണ്ടു അവൻ്റെ ചുവന്ന കലങ്ങിയ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. ആ ഒരു കാഴ്ച കാണാനാവാത്ത പോലെ അവൾ മിഴികൾ ഏറക്കെ അടച്ചുകൊണ്ട് അവനിൽ നിന്നും മിഴികൾ മാറ്റി തിരിഞ്ഞിരുന്നു.